Welcome guys, welcome to 12th standard microeconomics. So today we are going to study the second chapter of microeconomics, theory of consumer behavior. So in first chapter we studied about the first chapter named introduction. We studied what is the difference between micro and macro, what are the problems in economy and what are the reasons for these problems, and then we studied normative and positive economics and so on. So in this chapter, theory of consumer behavior, ഉപഭോക്താവിൻ്റെ behavior, that is consumer behavior, ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം. So in the word itself it talks about something, that is consumers behavior. First of all, before going into that, who is a consumer? ആരാണ് ഒരു കൺസ്യൂമർ? നമുക്കെല്ലാം അറിയാം ആരാണ് കൺസ്യൂമർ എന്നുള്ളത്, but still try to spell it out or try to give it a definition. Who is a consumer? Yes, someone who buys goods and services. എന്തെങ്കിലും ഗുഡ്സോ സർവീസോ വാങ്ങുന്ന ആൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്ന ഒരാൾ, അതാണ് ഒരു കൺസ്യൂമർ. നമ്മളൊരു കടയിൽ പോകുന്ന ഒരു പെന്ന് വാങ്ങുന്നു, സോ ഐ ആം എ കൺസ്യൂമർ ഓഫ് എ പെൻ, സോ ഐ ആം എ കൺസ്യൂമർ. യു ഗൈസ് ആർ ഹിയറിംഗ് മൈ ക്ലാസ്, so you guys are getting my services as teaching, so you guys are consuming my services. So consumption means buying goods and services. Before that we only talked about consumer ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതാണ് കൺസംഷൻ. See that the process, അല്ലെങ്കിൽ എന്തെന്ന് നമ്മൾ ഒരു സാധനം വാങ്ങുന്നു, ആ വാങ്ങുന്നതാണ് കൺസംഷൻ എന്ന് പറയുന്നത്. സോ കൺസംഷൻ മീൻസ് ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ നമ്മൾ കൺസംഷൻ എന്ന് പറയുന്നു. സോ ടു തിങ്സ് ആർ clear, right? Who's a consumer? Consumer is someone who buys goods and services. That process of buying goods and services is called as consumption. Just get to an idea about what is this goods and services. Goods ennu vechal endha, service ennu vechal endha. So goods means something that we can touch and feel, that is tangible. Tangible എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്, തൊടാൻ പറ്റിയത് എന്നുള്ള അർത്ഥം. അതായത് നമ്മളൊരു കടയിൽ പോകുന്ന ഒരു പേന വാങ്ങുന്നു, ഒരു കാറ് വാങ്ങുന്നു, സംതിങ് വിച്ച് ഒരു മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. സർവീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ദാറ്റ് വി കനോട്ട് ടച്ച് ആൻഡ് ഫീൽ ഇറ്റ്, അത് ഇൻടാഞ്ചിബിൾ ആണ്. ഏത് സർവീസസ് ലൈക്ക് ടീച്ചിങ്, ലൈക്ക് ഒരു കാർപ്പൻറ്റർ നമുക്ക് തരുന്ന സർവീസ്, ഒരു ഡ്രൈവർ നമുക്ക് തരുന്ന സർവീസ്, മീൻസ് നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ വി ആർ ഗെറ്റിംഗ് ദാറ്റ്, വി ആർ കൺസ്യൂമിങ് ദാറ്റ്, you guys are consuming my teaching. So in a way sense that services are intangible and goods and services are tangible. Goods are tangible, services are intangible. നമുക്ക് തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഗുഡ്സ്, സർവീസ് നമുക്ക് അങ്ങനെ തൊട്ടിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റിൽ ഒരു നമ്മൾ കൺസ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ സർവീസ് അടക്കം, അത് തെങ്ങിൽ കയറുന്ന ആളാണെങ്കിൽ അയാളെ നമ്മൾ ജോലിക്ക് വിളിക്കുമ്പോൾ വി ആർ കൺസ്യൂമിങ് ഹിസ് സർവീസസ്. ദാറ്റ് സർവീസ് വി കനോട്ട് ടച്ച് ആൻഡ് ഫീൽ, ബട്ട് എന്താണ്, അയാളോട് നമ്മൾ ആ സർവീസ് വാങ്ങുകയാണ്, നമ്മൾ ആ സർവീസ് കൺസ്യൂം ചെയ്യുകയാണ്. ആ കൺസ്യൂം ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ കൺസപ്ഷൻ എന്ന് പറയുന്നു. സോ നെക്സ്റ്റ് തിങ് വാട്ട് വി ആർ ഗോണ ലേൺ ഈസ് കൺസപ്ഷൻ ബണ്ടിൽ. കൺസപ്ഷൻ ബണ്ടിൽ, ഒരു ഫ്രൂട്ട് ഷോപ്പിൽ പോകുന്നു നമ്മൾ, ആ ഫ്രൂട്ട് ഷോപ്പിൽ എന്തെല്ലാം സാധനം ഉണ്ടാവും? ദർ വിൽ ബി ആപ്പിൾസ്, ദർ വിൽ ബി ഓറഞ്ചസ്, ദർ വിൽ ബി പോംഗ്രാനൈറ്റ്സ്, ദർ വിൽ ബി ബനാന. സോ we will be going to a fruit shops and we will be buying fruits. So we will be buying banana, orange ഒരുമിച്ച് വാങ്ങും, pomegranate ആപ്പിൾ ഒരുമിച്ച് വാങ്ങും. സോ we buy goods. അപ്പോൾ നമ്മൾ ഒരുപാട് ഗുഡ്സ്, ഒരു ആപ്പിൾ ഓറഞ്ച് എല്ലാം ഒരുമിച്ച് വാങ്ങിയ ഒരു സഞ്ചിയിലിട്ടാൽ നമ്മളതിനെ ബണ്ടിൽ എന്ന് പറയും. ഒരു 2-3 ഗുഡ്സ് എല്ലാം കൂടിയിട്ടുള്ള ഒരു സാധനങ്ങൾ, ഒരു സഞ്ചയം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംഗതി, ഒരു ബണ്ടിൽ. ആ വാക്ക് തന്നെ ഉണ്ട്, ഒരു ഒരുപാട് സാധനം വാങ്ങി ഒരു കവറിലാക്കുന്നത്. You think in that way, like buying a lot of goods, either it be apple, oranges or whatever, you are making it in a cover and holding it, or that we call it as bundle. When you look into the formal definition, consumption bundle means any combination of two goods is called consumption bundle. So this thing, for simplicity, as I said, that the fruit shop is having many goods. Apple is there, pomegranate is there, banana is there, orange is there, musambi is there. So there are so many goods in fruit shops, but for simplicity we are only considering two. So why we are considering two? Because it will be easy for us to analyze and easy for us to draw in a 2D graph. ഒരു 2D ഇതിൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും.
ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 2 മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് 3, 10, 1000 ആയാലും നമുക്ക് അത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ചിന്തിച്ചാൽ മതി. ഇഫ് യു ആർ ഹാവിങ് എ ഗുഡ് ഐഡിയ ഓഫ് 2. So for the sake of simplicity we considering only 2. So consumption bundle is any combination of 2 goods is called consumption bundle. What do you mean by the word combination? Combination. So ഒരു 1 2 3 1 2 3ന്റെ എത്ര കോമ്പിനേഷൻസ് പറ്റും? 1 3 പറ്റും, 2 3 പറ്റും, 1 2 പറ്റും, 3 1 പറ്റും. That kind of thing. See, combination means just different numbers. So combination of goods is 5 kilo apple, 3 kilo orange. 4 kilo apple, 8 kilo orange. 10 kilo apple, 12 kilo orange. So that is it. Simply, I'm not mentioning kg here. It can be grams, 500 grams, 300 grams, whatever it is. So we are saying that as a combination of apples and combination of oranges. Here it's a 5 apples, just simply 5 apples, 3 oranges, not even kgs. 4 apples, 8 oranges. 10 apple, 12 oranges. We are having we can have n number of combinations like 0 1 1 2 or whatever. 3 4 5 6 7 the combination of 6 7 in a combination, 7 8 another combination, 10 9 another combination. So we can have n number of combinations. That's okay with us. So our amount of apple ന്റെയും amount of orange ന്റെ ആ ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആ ഒരു കൺസപ്ഷൻ ബണ്ടിൽ എന്ന് വിളിക്കുക. ഫോർ ദ ആസ് ഐ സെഡ് n number of combinations നമുക്ക് പോസിബിൾ ആണ്. So let's have a look. x1 x2. അതായത് ഫോർ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വി ആർ മെൻഷനിങ് x1 x2. ഈ 5 3ക്ക് പകരം x1 x2, 4 8ന് പകരം x1 x2, 10 12ന് പകരം x1 x2. So what do you mean by x1? x1 is the quantity of good 1, x2 is the quantity of good 2. As I said, നമുക്ക് എത്ര കോമ്പിനേഷൻ വേണമെങ്കിലും ആവാം. സോ അതിനെ നമ്മളൊരു വേരിയബിൾസിൻ്റെ ടേംസിൽ നമ്മൾ എന്താക്കുകയാണ്? അതിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. So for easy understanding only we are representing x1 x2. As I said, we can have any combination. എത്ര കോമ്പിനേഷൻ വേണമെങ്കിലും ആവാം. So this say that x1 can take any number. x1 ന് ഏത് നമ്പർ എടുക്കാം, x2 ന് ഏത് നമ്പർ എടുക്കാം. So then also it will be a combination. It can be half half. Same number എടുക്കാം. It doesn't mean that it should be different. 3 3 തന്നെ മതിയാവും. So that x1 can take any number, x2 can take number. So x1 is the quantity of good 1, x2 is the quantity of good 2. So I'm asking another question that 3 0 ഇതൊരു കോമ്പിനേഷൻ ആണോ? Is that a combination? Because 1 is 0. Yes, it's also a combination. We are specifically saying that 3 apples, 0 oranges and 0 4. That's also a combination because x1 can take value 0, x2 can take value 4. That's okay with us. So consumption bundle എന്നാൽ any combination of 2 goods ആണ്. ആ ഒരു 0 0 3യും ഒരു കോമ്പിനേഷൻ തന്നെയാണ്. So ആ ഒരു സേക്ക് ഓഫ് റെപ്രസെൻറ്റേഷന് വേണ്ടി, ഈസി റെപ്രസെൻറ്റേഷന് വേണ്ടി ഏത് കോമ്പിനേഷൻ നമുക്ക് പറ്റുമെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുകയാണ്? x1 x2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് എടുക്കുകയാണ്. സോ നെക്സ്റ്റ് കംസ് ദ $1 million ക്വസ്റ്റ്യൻ. വൈ വി കൺസ്യൂം ഗുഡ്സ്? നമ്മൾ എന്തിനാണ് സാധനം വാങ്ങുന്നത്? യെസ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. വൈ വി കൺസ്യൂം ഗുഡ്സ്? യെസ്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നത്. സോ ദാറ്റ് നമുക്കൊരാവശ്യമില്ലാത്ത അനാവശ്യമുള്ള ഒരു സാധനം നമ്മൾ ഒരിക്കലും വാങ്ങില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ സാധനം വാങ്ങും. ഫോർ ഹാപ്പിനെസ് വി മേ ബൈ സം തിങ്സ്. മേ ബി ഫോർ സാറ്റിസ്ഫാക്ഷൻ വി മേ അഗെയിൻ ബൈ സം തിങ്സ്. റൈറ്റ്? നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് നമ്മളൊരു ആവശ്യം നിറവേറണം, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവണം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, സോ ടു മേക്ക് ഇറ്റ് ഫോർമലി വി ബൈ തിങ്സ് ടു വാട്ട്? സാറ്റിസ്ഫൈ അവർ നീഡ്സ്, ടു കംപ്ലീറ്റ് അവർ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധനം കൺസ്യൂം ചെയ്യുന്നത്. സോ അവർ നീഡ് ഈസ് ടു നമ്മുടെ തേങ്ങ പറിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സോ വി ആർ ആസ്കിങ് ദാറ്റ് ഗൈ ടു കം ആൻഡ് പ്ലക്ക് ദ കോക്കനട്ട്. തെങ്ങേറ്റക്കാരനോട് വന്ന് കോക്കനട്ട്, അതായത് തേങ്ങ പറിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. ബിക്കോസ് ദാറ്റ്സ് അവർ സർവീസ്, ദാറ്റ്സ് ദ സർവീസ് വി നീഡ്. സോ വൈ ആം ഐ യൂസിങ് ദിസ് ചോക്ക്? ബിക്കോസ് വെൻ ഐ റൈറ്റ് ഇൻ ദ ബോർഡ് എഴുത്ത് വരുന്നു. സോ എഴുത്ത് വരിക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. സോ ദാറ്റ്സ് വൈ ഐ ആം യൂസിങ് ദിസ് ചോക്ക്. സോ എൻ്റെ ആവശ്യം നിറവേറേണ്ടിയിട്ട്, എൻ്റെ ആവശ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടിയിട്ടാണ് ഞാനൊരു ഗുഡ് ബൈ ചെയ്യുന്നത്. സോ ദർ കംസ് എ ചേഞ്ച് ഇൻ അവർ കൺസെപ്ഷൻ ഡെഫിനിഷൻ. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ അവർ കൺസെപ്ഷൻ ഡെഫിനിഷൻ. ഏർലിയർ അവർ കൺസെപ്ഷൻ മീൻസ് ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ. സോ നമ്മൾ സാധനം വാങ്ങുന്നത്
എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്. സോ വി ആർ കംപ്ലീറ്റിംഗ് അവർ ഡെഫിനിഷൻ ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. വൺസ് അഗൈൻ കൺസപ്ഷൻ മീൻസ് ബൈയിങ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ് നമ്മൾ കൺസപ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ വൈ വി ബൈ ഗുഡ് തിങ്സ്? ബിക്കോസ് നമുക്ക് നീഡ്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. സോ നമ്മൾ ഈ ഗുഡ് വാങ്ങുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നുണ്ട്. ഈ ഗുഡിന് എന്തോ ഒന്ന് നമുക്ക് തരാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങുന്നത്. ദിസ് ഈസ് ഗിവിങ് അസ് സംതിങ്. വാട്ട് ഈസ് ദാറ്റ് സംതിങ്? ദാറ്റ്സ് വി ആർ ഗോണ അഡ്രസ് നെക്സ്റ്റ് തിങ്. സി വി സപ്പോസ് ദാറ്റ് ഇറ്റ് ക്യാൻ കംസ് ഇൻ സിറ്റുവേഷൻ ലൈക്ക് നമ്മളൊരു സിനിമ കാണുന്നു. ചില സിനിമ നമുക്ക് ഇഷ്ടപ്പെടില്ല, ബിക്കോസ് ആ സിനിമക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ല. ചില സിനിമ നമുക്ക് ഉഷാറായിട്ട് ഇഷ്ടമാവും, നല്ല രസമാവും. സോ ദാറ്റ് ഫിലിം ഹാസ് എൻ എബിലിറ്റി ടു സാറ്റിസ്ഫൈ ഹസ്. സോ ഒരു ഗുഡ്സിന് നമ്മളെ ആ ഒരു തൃപ്തിപ്പെടുത്താനുള്ള ഒരു കഴിവ്, ദ എബിലിറ്റി ടു സാറ്റിസ്ഫൈ. സോ ദാറ്റ് ഈസ് നോൺ ആസ് യൂട്ടിലിറ്റി. ദിസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കീവേഡ് ഇൻ അവർ ദിസ് ചാപ്റ്റർ. യൂട്ടിലിറ്റി, ഉപയുക്തത ഓർ യൂസ് വാല്യൂ. ഒരു ഗുഡ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു അളവ്. സോ അതായത് നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമ നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരളവ്. സപ്പോസ് ദാറ്റ് വാട്ട് ഒരു വിജയ് സിനിമ. സോ ഒരു വിജയ് പടം ഒരു വിജയ് ഫാൻ കാണുമ്പോൾ അവൻ്റെ അഭിപ്രായം മോനെ കിടിലം പടം. സോ ഒരു നോർമലായ ഒരാൾ കാണുമ്പോൾ ഓക്കെ നല്ലൊരു സിനിമ. സോ ദാറ്റ് ഡിഫറെൻറ്റ്, ദാറ്റ് സാറ്റിസ്ഫിക്കേഷൻ ഡിഫർ. ഒരു ഫാന് കാണുമ്പോൾ അവന് ഭയങ്കരമായിട്ട് തോന്നുന്നു, ഒരു സാധാരണ പ്രശ്നം കാണുമ്പോൾ ഓക്കെ മോശമില്ലാത്തൊരു സിനിമ തോന്നുന്നു. ദ സെയിം ഗുഡ്, ദ സാറ്റിസ്ഫാക്ഷൻ ഇസ് ഡിഫറെൻറ്റ്. ഒരേ ഗുഡാണ്, പക്ഷെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഡിഫറെൻ്റ് ആണ്. സോ വി സേ ദാറ്റ് യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? അതായത് ആള് മാറുമ്പോൾ, സമയം മാറുമ്പോൾ നമുക്ക് എന്താണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം, പ്ലേസ്, പേഴ്സൺ എക്സെട്ര. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാനിന് ആ ഫാനിൻ്റെ സിനിമാ നടൻ്റെ സിനിമ ഭയങ്കര ഇഷ്ടമാകുന്നു, ഒരു ഫാൻ അല്ലാത്ത ആൾക്ക് ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെടുകയേ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് യൂട്ടിലിറ്റി ഡിഫേഴ്സ് ബിറ്റ്വീൻ പേഴ്സൺ ടു പേഴ്സൺ. സോ ഈവൻ ഇഫ് ദ സെയിം പേഴ്സൺ ഓൾസോ സിറ്റുവേഷൻ ചേഞ്ചസ്. ലൈക്ക് നമ്മളൊരു ചായ രാവിലെ കുടിക്കുന്നു, വി ഫീൽ ലൈക്ക് ഒരു നല്ല ഉന്മേഷം ഉണ്ടാവും. നമുക്ക് ആ ചായ ഉച്ചക്ക് കിട്ടിയാൽ രാവിലെ കിട്ടിയ അത്ര സുഖം ഉണ്ടാവില്ല. സോ വി ആർ ദ സെയിം പേഴ്സൺ ബട്ട് കൺസ്യൂമിങ് ദ സെയിം ഗുഡ്. ടീ തന്നെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സെയിം ഗുഡ്, ബട്ട് ദ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡിഫേഴ്സ്. രാവിലെ കുടിക്കുന്ന ചായക്ക് നമുക്ക് എന്തോ ഒരു കൂടുതലുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ദാറ്റ് ദ മോർണിംഗ് ടീ ഈസ് സാറ്റിസ്ഫൈയിങ് അസ് മോർ ദാൻ ദ ആഫ്റ്റർനൂൺ ടീ. സോ വി ക്യാൻ ഹാവ് മോർ എക്സാമ്പിൾസ്. നമ്മളൊരു വിൻ്റർ സീസണിലാണ് ആ ചായ കുടിക്കുന്നതെങ്കിൽ സമ്മറിൽ കുടിക്കുന്നതിലും കുറച്ചുകൂടി സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവും. സോ ദിസ് സാറ്റിസ്ഫിക്കേഷൻ ഈസ് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവിൻ്റെ അടുത്ത് തന്നാ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആളും തരവും മാറുന്നതനുസരിച്ചിട്ട് ആൻസർ മാറില്ല. ഇറ്റ് വിൽ ഓൾവേസ് ബി കോൺസ്റ്റന്റ്. That's the capital of Kerala. Capital of Kerala is Trivandrum. Irrespective of the person, the capital remains Trivandrum. ആൾ മാറുന്നതനുസരിച്ചിട്ട് ആ ക്യാപിറ്റൽ ട്രിവാൻഡ്രം അല്ലാതെ ആവുന്നില്ല. സോ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. സോ ഈ യൂട്ടിലിറ്റി നമ്മൾ പറഞ്ഞു എന്തെന്ന്, യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗുഡ്സ് നമുക്ക് തരുന്ന ഒരു യൂട്ടിലിറ്റീനെ നമ്മളൊരു നമ്പറിൻ്റെ ടേംസിൽ പറയാൻ പോവാണ്. സോ എസ് ഐ സെഡ് വൺസ് അഗെയിൻ, ഒരു വിജയ് ഫാന് ആ വിജയ് സിനിമയ്ക്ക് എനിക്കൊരു 100 യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഫാൻ എനിക്ക് ഒരു 50 യൂട്ടിലിറ്റിയെ കിട്ടിയുള്ളൂ എന്നേ പറയൂ, അല്ലെങ്കിൽ ഒരു 60 കിട്ടിയില്ല എന്ന് പറയൂ. സോ വി ആർ ട്രൈയിങ് ടു ക്വാണ്ടിഫൈ ദിസ് യൂട്ടിലിറ്റീനെ ഒരു നമ്പർ ടേംസിലേക്ക് മാറ്റിയിട്ട് വി ആർ ട്രൈയിങ് ടു ഗിവ് ഇറ്റ് എ നമ്പർ. ലൈക്ക് എനിക്ക് മോർണിംഗ് ടീ ഐ വിൽ ഗിവ് സം 20 points, afternoon tea I will give some 10 or 15 points. It clearly say that I am valuing morning tea more than afternoon tea. It clearly say that the Vijay fan is valuing his movie more than a normal fan, or more than a normal ഒരു നോർമൽ പ്രേക്ഷകനെക്കാളും കൂടുതൽ അയാൾ അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. സോ ദ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ്. യൂട്ടിലിറ്റി എന്താണ്, ചില ആൾക്ക് കൂടുതലായിരിക്കും, ചില ആൾക്ക് കുറവായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു മൈ യൂട്ടിലിറ്റി ഫ്രം എ ടി ഈസ് 20 and other guys say that my utility from a tea is 10. So we can clearly say that his utility is അയാൾ കൂടുതൽ ആ ചായ പ്രിഫർ ചെയ്യുന്നു, നമുക്ക് എന്താക്കാം ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും. സോ ദ യൂട്ടിലിറ്റി വി ടോൾഡ്, അതായത് നമ്മളൊരു ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി വി ആർ ട്രൈയിങ് ടു ക്വാണ്ടിഫൈ ദാറ്റ്. അതിനെ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്.
സോ കാർഡിനൽ എന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ കഴിയുന്ന എന്നുള്ള ഒരർത്ഥത്തിലാണ്. അതായത് 1, 2, 3 എന്നുള്ള നമുക്ക് എണ്ണാൻ പറ്റില്ല. 14, 15, 16, 17 എണ്ണാൻ പറ്റും. സോ ദാറ്റ് കൈൻഡ് ഓഫ് അനാലിസിസ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. യൂട്ടിലിറ്റീനെ ഒരു കാർഡിനൽ നമ്പർ വെച്ചിട്ട് നമ്മൾ പറയുകയാണ്. സോ ഫോർ എക്സാമ്പിൾ വി ഹാവ് 10 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ. നമ്മളൊരു 10 ആപ്പിൾ ഞാൻ കൺസ്യൂം ചെയ്യുന്നു. സോ 10 ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 100 ദിസ് 100 ഈസ് സം റാൻഡം നമ്പർ ഐ ഹാവ് ഗിവൺ. ഞാൻ ഒരു നമ്പർ കൊടുത്തു എന്നേ ഉള്ളൂ. സോ അത് ചിലപ്പോൾ 50 ആവാം, 100 ആവാം. ആസ് ഐ സെഡ് യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്, ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എനിക്കിപ്പം തൽക്കാലം 100 കിട്ടുന്നുണ്ട് യൂട്ടിലിറ്റി. എൻ്റെ ആപ്പിൾ ഞാനിനി 11 ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് 110 ഉണ്ട് യൂട്ടിലിറ്റി. സി മൈ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ്. സോ 11 ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് 110 യൂട്ടിലിറ്റി ഉണ്ട്. എൻ്റെ പോയിൻറ്റ്സ് കൂടി യൂട്ടിലിറ്റീൻ്റെ. സോ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിലുള്ളൊരു യൂട്ടിലിറ്റി ഈ ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ. എൻ്റെ 12 ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ എൻ്റെ യൂട്ടിലിറ്റി 118. സി അതായത് ഓരോ നമ്മളെ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നതോറും നമ്മളെ യൂട്ടിലിറ്റിയിൽ ഒരു വ്യത്യാസം വരണം. വ്യത്യാസം വരാണ്ടിരിക്കുന്നതിന് കോൺസ്റ്റൻറ്റ് യൂട്ടിലിറ്റി ആയിരിക്കും. പക്ഷേ എന്താണ്, ഒരു ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നതോറും ഇവിടെ എൻ്റെ യൂട്ടിലിറ്റിയിൽ മാറ്റം വരികയാണ്. അതായത് ഒരു എൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന സന്തോഷം, എന്നെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവ്. സോ 10 ആപ്പിളിൽ എന്നെ 100 പോയിന്റിൽ എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ടായിരുന്നു. 11 ആപ്പിളിൽ 110 ഉണ്ട്. സോ ഐ എം മോർ ഹാപ്പി നൗ. ഞാൻ ഇന്ന് കൂടുതൽ സന്തോഷവാനാണ്. സോ മൈ യൂട്ടിലിറ്റി ഹാസ് ഇൻക്രീസ്ഡ്. സി 12 ആപ്പിൾസിൽ ഞാൻ കുറച്ചുകൂടി സന്തോഷവാനായി. പക്ഷെ നേരത്തെ അത്രത്തെ സന്തോഷമില്ല. ഇപ്പോൾ 118. സോ ദിസ് ടേം, this is important, marginal utility. So marginal utility formal definition നോക്കിയേ, it is a change in total utility from the use of an additional unit of the commodity. അതായത് ഒരു കമ്മോഡിറ്റി നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ടോട്ടൽ യൂട്ടിലിറ്റി. സി ദിസ് എക്സാമ്പിൾ, സെയിം എക്സാമ്പിൾ. സി നമ്മൾ 10 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമുക്ക് 100 യൂണിറ്റ്സ് ആണ് നമ്മൾ യൂട്ടിലിറ്റി. വെൻ ഇറ്റ് വാസ് സഡൻലി ചേഞ്ച് ടു 11, മൈ യൂട്ടിലിറ്റി ഹാസ് ഇൻക്രീസ് ടു 110. സോ വാട്ട് വാസ് മൈ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി? So my change in utility was 110 minus 100. 110. അതായത് 10 എൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി. അതായത് 10 11 എൻ്റെ ആപ്പിൾ കൺസപ്ഷൻ കൂടിയപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി, എൻ്റെ മൊത്തത്തിലുണ്ടായ യൂട്ടിലിറ്റി ഇൻക്രീസ് 10. സോ ഈ 11 12 എൻ്റെ യൂട്ടിലിറ്റി കൂടിയപ്പോൾ 110 118 എൻ്റെ യൂട്ടിലിറ്റി മാറി. സോ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്, ഈ 8. ഈ ഒരു 11 12 എത്തിയായപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടായ ചേഞ്ച് അത് 8. സോ ദാറ്റ് ഈസ് മൈ മാർജിനൽ യൂട്ടിലിറ്റി. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം ദ കൺസെപ്ഷൻ ഓഫ് എൻ അഡീഷണൽ ഗുഡ്. അതായത് ഒരു അഡീഷണൽ ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ മാർജിനൽ യൂട്ടിലിറ്റീനെ നമ്മളൊരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. mu is equal to TUN minus TUN minus 1. So this is total utility at n minus total utility at n minus 1. So what is this n? N is some number. N can take any values. So here our n is 11. Say our n is 11. What happens here? TU 11 110. TU n minus 1. What is 11 minus 1? 10. So 10 100. So 110 minus 100. Marginal utility is 10. ജസ്റ്റ് നമ്മൾ ഈ ചെയ്തതിനെ നമ്മളൊരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതിയത് മാത്രം. n എന്ന് പറയുന്നത് ഒരു ലാസ്റ്റുള്ള സംഖ്യ. സോ n minus 1 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത് എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് TUN is equal to, say suppose n is equal to 12. What will be n minus 1? n minus 1 is obviously 11. So TUN is 118. TUN minus 1 is 110. So 118 minus 110, you will get the value 8. So that's a simple equation to calculate marginal utility. So marginal utility is TUN minus TUN minus 1. അവസാനത്തതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് തൊട്ട് മുമ്പത്തേൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി കുറച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് കിട്ടും. സോ അതായത് ഒരു അഡീഷണൽ ഗുഡ് നമ്മൾ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടായ യൂട്ടിലിറ്റിയിലുണ്ടായ മാറ്റം, ആ യൂട്ടിലിറ്റിയിൽ ഉണ്ടായ ഒരു മാറ്റം ഒരു ഗുഡ് അഡീഷണലി ആഡ് ചെയ്തതിലൂടെ. സോ ദാറ്റ് ഈസ് വാട്ട് മാർജിനൽ യൂട്ടിലിറ്റി. ആൻഡ് the equation for marginal utility is TUN minus TUN minus 1. We are trying to tabulate our total utility and marginal utility. നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിനെ മാർജിനൽ യൂട്ടിലിറ്റിനെയും ഒരു എക്സാമ്പിൾ എടുത്ത് എന്താണ് ഒരു ഗ്രാഫിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ സി ദീസ് ആർ അവർ യൂണിറ്റ്സ്. സേ ദാറ്റ് യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസ് ആൻഡ് വി ആർ കൺസ്യൂമിങ് ഓറഞ്ചസ്. ആദ്യം ഒരു ഓറഞ്ച് കൺസ്യൂം ചെയ്തു,
പിന്നെ 2, 3, 4, 5, 6. അതായത് ഒരേ ഓറഞ്ച് ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. സോ ആദ്യം ഓറഞ്ച് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി 12 ആണ്. സോ ദാറ്റ് ഐ എം ഗിവിങ് 12 points ഫോർ ദാറ്റ് ഫസ്റ്റ് ഓറഞ്ച്. സോ സെക്കൻഡ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 12 നിന്ന് 18 വന്നു. ബിക്കോസ് ഐ എം ഹാപ്പി ദാറ്റ് ഐ ഹാവ് ഗോട്ട് മോർ ഓറഞ്ചസ്, സോ ദാറ്റ് മൈ യൂട്ടിലിറ്റി ഹാസ് ഇൻക്രീസ്ഡ്. സോ മോർ ഈസ് ബെറ്റർ ഫോർ അസ്, റൈറ്റ്? മൂന്നാമത്തെ ഒരു ഓറഞ്ച് തിന്നപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി കുറച്ചുകൂടി കൂടി. നാലാമത്തത് തിന്നപ്പോൾ കുറച്ചുകൂടിയും കൂടി. അഞ്ചാമത്തെ തിന്നപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതായത് സോ ദാറ്റ് നമുക്ക് ഒരു ഓറഞ്ച് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാട് മുഴുവൻ തിന്നാൻ പറ്റില്ല. 5, ഒരു 3, 4 തിന്ന് 5 തിന്നുമ്പോൾ നമുക്ക് ഇനി വേണ്ട ആ ഒരു പോയിന്റിലെത്തും നമ്മൾ. ലൈക്ക് ഇറ്റ്സ് ഇനഫ് ഫോർ മീ ദാറ്റ് ദിസ് ഓറഞ്ചസ് ആർ ഇനഫ്. അപ്പോൾ യൂട്ടിലിറ്റി കൂടുന്നത് നിന്നു. യൂട്ടിലിറ്റി കൂടുന്നത് നിന്നു. അടുത്ത ആറാമത്തെ ഓറഞ്ച് ആയപ്പോൾ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തു. 24 നിന്ന് 22 വന്നു. സോ നമ്മൾ ആ മാർജിനൽ യൂട്ടിലിറ്റി നോക്കുകയാണ്. ഫസ്റ്റ് ഗുഡ് ഓറഞ്ച് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി തന്നെയായിരിക്കും മാർജിനൽ യൂട്ടിലിറ്റി, കാരണം വേറെ 0 ആണല്ലോ മുകളിലുള്ളത്. അപ്പോൾ അടുത്ത ഗുഡ് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി നോക്കിയേ 6 ആണ്. അതായത് 12 നിന്ന് 18 വന്നു. സോ 18 - 12 6. സോ അഗെയിൻ 4, അതായത് TUN - TUN - 1. ദെൻ ഹിയർ 4, കാരണം 22 - 18 is 4, സോ ഇറ്റ് ഈസ് 4. നാലാമത്തെ കൺസ്യൂം ചെയ്തപ്പോൾ 24 - 22 ഇറ്റ്സ് 2. എഗെയിൻ 24 - 25. അഞ്ചാമത്തേതായപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി 0 ആയി എന്നുള്ളൊരു പോയിന്റിലെത്തി. അതായത് അഞ്ചാമത്തെ ഓറഞ്ച് നമ്മൾ തിന്നു. ആറാമത്തെ ഓറഞ്ച് തിന്നപ്പോൾ നമുക്കൊരു സന്തോഷമൊന്നും കൂടിയില്ല. ഒരു അഞ്ചാമത്തെ ഓറഞ്ച് തിന്ന അതേ ഒരു സന്തോഷം, അതേ ഒരു സാറ്റിസ്ഫിക്കേഷനെ നാലാമത്തെ ഓറഞ്ച് തിന്നപ്പോൾ ഉള്ള അതേ ഒരു സാറ്റിസ്ഫിക്കേഷനെ അഞ്ചാമത്തെ ഓറഞ്ച് തിന്നപ്പോൾ ഉള്ളൂ. ആറാമത്തെ ഓറഞ്ച് നമ്മൾ വേണ്ടാതെ എൻ്റെ അമ്മോ എനിക്ക് വേണ്ട എങ്കിൽ ഒരവസ്ഥയിൽ നിന്ന് പിന്നെ നമ്മൾ ആ ഓറഞ്ച് കഴിക്കുകയാണ്. സോ അവർ യൂട്ടിലിറ്റി ഹാസ് ഡിക്രീസ്ഡ് ബിക്കോസ് ദ ഓറഞ്ച് ഇസ് നോ ലോങ്ങർ സാറ്റിസ്ഫൈങ് അസ്. ഓറഞ്ച് നമുക്ക് ഇനി നമ്മൾ തിന്നാൽ നമുക്ക് എന്താ മടുത്തു. നമ്മൾ മടുത്തിട്ട് നമ്മൾ പിന്നെയും തിന്നണം. നമുക്ക് പുറത്തോട്ട് ഛർദ്ദിക്കെല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പിന്നെയും ഓറഞ്ച് തിന്നുന്നത്. സോ അവർ യൂട്ടിലിറ്റീസ് വാട്ട് ഡിക്രീസിങ്. അപ്പോൾ 0 എന്നായി ഇപ്പോൾ നെഗറ്റീവിലേക്ക് വന്നു യൂട്ടിലിറ്റി. അതായത് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവാണ്. ഇതെനിക്ക് വേണ്ടാത്തൊരു ഗുഡായി എന്നുള്ള ആരോ നമ്മളെ നിർബന്ധിച്ച് തിന്നിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതായത് യൂട്ടിലിറ്റി എന്തായി നെഗറ്റീവായി. സോ വി ആർ ട്രൈങ് ടു ടാബുലേറ്റ് ദിസ്, വി ആർ ട്രൈങ് ടു പ്ലോട്ട് ദിസ്. സോ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി പ്ലോട്ട് ചെയ്തു, 12 പ്ലോട്ട് ചെയ്തു, 18 പ്ലോട്ട് ചെയ്തു, 22 പ്ലോട്ട് ചെയ്തു, 24 പ്ലോട്ട് ചെയ്തു, 24 കണ്ടേ ഒരുപോലെ വന്നു, 22 പ്ലോട്ട് ചെയ്തു. സോ വി ആർ ഡ്രോയിങ് അവർ ടോട്ടൽ യൂട്ടിലിറ്റി. സോ ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ വന്നു. ഈ ടോട്ടൽ യൂട്ടിലിറ്റീൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി, അതായത് 12 തന്നെ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി സെയിം ആണ്. മുകളിൽ ടോട്ടൽ യൂട്ടിലിറ്റി ആണ്, ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ആണ്. സോ ഇവിടെ 6 ആണ്, 4 ആണ്. ഈ 4 കണ്ടോ 0-ലെത്തി. 0-ലെത്തിയപ്പോൾ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി 24 ആണ്. സോ ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. നമ്മളെ മാർജിനൽ യൂട്ടിലിറ്റി 0-ലെത്തിയപ്പോഴാണ് നമ്മളെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയത്. ടോട്ടൽ യൂട്ടിലിറ്റി ഇപ്പോൾ മാക്സിമം ആയത് പോയിന്റിലാണ് 24-ലാണ്. അപ്പോൾ നമ്മൾ സന്തോഷം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ആ സന്തോഷം കൂടിക്കൂടി 24-ലെത്തിയിരുന്നു. അതായത് ഈ കൂടി 24 വരെ എത്തിയിരുന്നു നമ്മുടെ സന്തോഷം. ആ 24-ൽ നമ്മളെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 0 ആണ്. സോ ഈ ടോട്ടൽ യൂട്ടിലിറ്റീൻ്റെ ഡെറിവേറ്റീവാണ് മാർജിനൽ യൂട്ടിലിറ്റി. നമുക്കൊരു മാത്തമാറ്റിക്സ് ഫോർമുലയിൽ നമ്മളിപ്പം പഠിക്കേണ്ട. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുന്നൊരു സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഈ മാക്സിമായി ഇവിടുന്ന് കണ്ടോ ഒരു കുറയുന്നത്. അതായത് ഈ 24 നിന്ന് 22-ലേക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കുറയുന്നൊരു സമയം, അതായത് കൂടി കുറയുന്നൊരു സമയം മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് എത്തുന്നത്. -2 ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടില്ല, പക്ഷേ -2 ഇതാ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ -2, അതായത് ഇങ്ങനെ കുറഞ്ഞ് വന്ന് 0 കഴിഞ്ഞ് -2-ലേക്ക് എത്തുന്നു. സോ ഹിയർ വി ആർ സീയിങ് സംതിങ്. നമ്മളിവിടെ ഈ മാർജിനൽ യൂട്ടിലിറ്റീനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, ലെറ്റ്സ് ഹാവ് എ ക്ലോസർ ലുക്ക് അറ്റ് മാർജിനൽ യൂട്ടിലിറ്റി. സോ മാർജിനൽ യൂട്ടിലിറ്റി വാസ് 12 ഫോർ ദ ഫസ്റ്റ് ഓറഞ്ച്, 6 ഫോർ ദ സെക്കൻഡ് ഓറഞ്ച്. അതായത് നമ്മൾ ഓറഞ്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഓറഞ്ച് തിന്നുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, നമുക്ക് 12 കിട്ടി. ആ ഓറഞ്ച് തിന്നപാടെ അടുത്ത ഓറഞ്ച് തിന്നപ്പോൾ നമ്മുടെ സന്തോഷം കൂടി. ഒബിയസ്ലി നമ്മളെ സന്തോഷം കൂടി, പക്ഷെ ആദ്യം കിട്ടിയ ഓറഞ്ചിൻ്റെ അത്ര തന്നെ സന്തോഷം നമുക്കില്ല. സോ 6, അതായത് പുതിയ രണ്ടാമത്തെ ഓറഞ്ച് കൺസ്യൂം ചെയ്യുന്നതോടെ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റീസ് 6. മൂന്നാമത്തെ ഓറഞ്ച് കൺസ്യൂം ചെയ്യുമ്പോൾ 4, അതായത് രണ്ടാമത്തെ ഓറഞ്ച് 1, 2 തിന്നു, മൂന്നാമത് തിന്നുമ്പോൾ 1, 2 തിന്നത്ര തന്നെ സന്തോഷം ഉണ്ടാവില്ല. സോ 4 അവർ യൂട്ടിലിറ്റി. സോ അവർ യൂട്ടിലിറ്റി വിൽ ബി ലെസ് 4. നാലാമത്തെ ഓറഞ്ച് തിന്നുമ്പോൾ
കുറച്ചും കൂടെ കുറഞ്ഞു. ബിക്കോസ് 4 എണ്ണം ഒരുമിച്ച് നിന്നാണ്. അപ്പോൾ 4ാമത്തെ ഓറഞ്ച് നമുക്ക് അത്ര സന്തോഷം ഉണ്ടായത്. നമ്മളെ വിശപ്പ് മാറി, ഓറഞ്ചിൻ്റെ ടേസ്റ്റും നമുക്ക് മടുത്തു. സോ ഒബിയസ്ലി അവർ യൂട്ടിലിറ്റി ഈസ് ഡിക്രീസിങ് അറ്റ് എ പോയിന്റ് 0. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഛർദ്ദിക്കുകയാണ്. ഈ 0 കഴിഞ്ഞ് 2-ലെത്തുമ്പോൾ നമ്മൾ, അതായത് ഓറഞ്ച് നമുക്ക് വേണ്ട എന്നുള്ളൊരവസ്ഥയിലെത്തുമ്പോൾ 2. അപ്പോൾ ഇവിടെ യൂണിറ്റ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. when you are consuming more goods, what the marginal utility is decreasing. So this is, we are going to learn this in a ഒരു ലോയുടെ ഇതിൽ നമ്മൾ ഇതിനെ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ലോയുടെ പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. വാട്ട് യു മീൻ ബൈ ഡിമിനിഷിങ്? ഡിമിനിഷിങ് മീൻസ് സംതിങ് ഡിക്രീസിങ്, മങ്ങി വരുന്ന, അല്ലെങ്കിൽ കുറഞ്ഞ് വരുന്ന, അല്ലെങ്കിൽ ചെറുതായി വരുന്ന എന്നുള്ള അർത്ഥം വരുന്നതാണ് ഡിമിനിഷിങ്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് വരുന്ന ഒരു ലോ. ആ ഒരു ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ see, when an individual uses more and more of units of a commodity, underline this word, more and more, കൂടുതലായിട്ട് ഒരു കമ്മോഡിറ്റി യൂസ് ചെയ്യാണ്, then the marginal utility is diminishing or decreasing. മോർ ആൻഡ് മോർ ആയിട്ടൊരു ഗുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, ഒരുപാട് നമ്മളൊരു ഗുഡ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളെ മാർജിനൽ യൂട്ടിലിറ്റി, അതായത് അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഉപയുക്തത, അല്ലെങ്കിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവ്, നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞ് വരുന്നു. കൂടുതൽ ഗുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതോറും അതിന് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞ് വരുന്നു. ജസ്റ്റ് ഇതിൽ നിന്ന് തന്നെ വളരെ, നമ്മൾ ഒരു ആപ്പിൾ തിന്നു, 2 ആപ്പിൾ തിന്നു, 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ആപ്പിൾ എല്ലാം ആകുമ്പോൾ നമുക്കത് വേണ്ട എന്നുള്ളൊരവസ്ഥയിലെത്തി. 6ാമത്തെ ആപ്പിൾ ആകുമ്പോൾ നമ്മൾ ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയിൽ വരെത്തി. സോറി, ഓറഞ്ച് ആയിരുന്നു നേരത്തെ പറഞ്ഞ, വാട്ടെവർ, ഓറഞ്ച് ആയാലും ആപ്പിൾ ആയാലും, 6ാമത്തെ ഓറഞ്ചിലാകുമ്പോൾ നമ്മൾ ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. ഈ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. ഇത് ഗുഡ്സ് ഇങ്ങനെ കൂടി വരുന്നു, യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരുന്നു. സോ ദിസ് തിങ് ഈസ് നോൺ ആസ് വാട്ട്? Law of diminishing marginal utility. When we are consuming more goods, our utility is decreasing. ഈ യൂട്ടിലിറ്റി എപ്പോഴും ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഇൻ ദിസ് ക്ലാസ്, നമ്മൾ ഈ ക്ലാസ്സിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ ഫസ്റ്റ് വി ട്രൈ ടു ഡിസ്കസ് ഹൂ ഇസ് എ കൺസ്യൂമർ. ആരാണ് ഒരു കൺസ്യൂമർ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ വൺ ഹൂ പർച്ചേസസ് ഗുഡ്സ് ഓർ സർവീസസ്. പിന്നെ ആ ഡെഫിനിഷനിൽ, കൺസപ്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ പർച്ചേസിങ് ഗുഡ്സ് ഓർ സർവീസസ് ആയിരുന്നു. ആ കൺസപ്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നമ്മൾ ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് എന്നും കൂടെ പിന്നീട് ചേർത്തു. സോ കൺസപ്ഷൻ എന്നാൽ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്, അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ കൺസപ്ഷൻ നടത്തുന്നത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് കൺസപ്ഷൻ ബണ്ടിൽ. അതായത് ഒരു സിംപ്ലിസിറ്റിക്കും വേണ്ടി നമ്മൾ 2 എന്ന ഒരു നമ്പറിൽ എടുക്കുന്നു. സോ വി ആർ കൺസ്യൂമിങ്. Consumption bundle was known as X1 and X2. X1 was quantity of good 1, X2 was quantity of good 2. അതായത് നമ്മളൊരു ബണ്ടിൽ, അതായത് 2 ഗുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അതായത് നമ്മൾ 2 എടുത്തത് ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു നമ്മൾ 2 എടുത്തത്. സോ ഓവർ ബണ്ടിൽ ഓഫ് ഗുഡ്സ് വാസ് X1 and X2. X1 ക്യാൻ ബി എനി നമ്പർ, X2 ക്യാൻ ബി എനി നമ്പർ എന്നും നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ യൂട്ടിലിറ്റിനെ കുറിച്ച് സംസാരിച്ചു. വി ടോക്ട് അബൌട്ട് ദ സിനിമാസ്, വിജയ് ഫാനിൻ്റെ യൂട്ടിലിറ്റിയും ഫാൻ അല്ലാത്ത ആളൊരു യൂട്ടിലിറ്റിയും നമ്മൾ പറഞ്ഞു. ഒരു രാവിലത്തെ ടീ നമുക്ക് തരുന്ന യൂട്ടിലിറ്റി, ഉച്ചക്കത്തെ ടീ നമുക്ക് തരുന്ന യൂട്ടിലിറ്റി, അപ്പോൾ ഈ ചോക്ക് എനിക്ക് തരുന്ന യൂട്ടിലിറ്റി. സോ വി ടോക്ട് അബൌട്ട് യൂട്ടിലിറ്റി ലോട്ട്, ലൈക്ക് ദെൻ വി ട്രൈ ടു പുട്ട് എ നമ്പർ ടു ദ യൂട്ടിലിറ്റി. അതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. സോ ആസ് ഐ സെഡ്, ഒരു വിജയ് ഫാൻ വിൽ ബി Vijay fans utility will be 100, normal fans utility will be some 50. സോ ആ ഒരു യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന കാർഡിനൽ യൂട്ടിലിറ്റി ഉണ്ടായിരുന്ന ആ ഒരു നമ്പറിൻ്റെ രീതിയിൽ നമ്മൾ യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ദെൻ വി ട്രൈ ടു ഡിസ്കസ് അബൌട്ട് ടോട്ടൽ യൂട്ടിലിറ്റി, ദാറ്റ് യൂട്ടിലിറ്റി വി ഗെറ്റ് ഫ്രം കൺസ്യൂമിങ് എ ഗുഡ്. അതായത് 5 എണ്ണം കൺസ്യൂം ചെയ്ത എത്ര യൂട്ടിലിറ്റി, 6 എണ്ണം കൺസ്യൂം ചെയ്ത എത്ര യൂട്ടിലിറ്റി. സോ കൈൻഡ് ഓഫ് ദാറ്റ് വി ട്രൈ ടു ഡിസ്കസ് total utility. Then we discuss marginal utility, what utility from consuming one good. ഒരു ഗുഡ് അധികം കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി. Then we discussed about law of diminishing marginal utility, which is what obviously when you consume more good, our utility decreases with that. So by this we are concluding our first session. Thank you.